അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്താ പത്മിനി, ഇവിടെ എന്തോ ഒരു ബഹളമൊക്കെ കേട്ടല്ലോ. ആദ്യം പുറത്തെവിടുന്നാ കരുതിയത്, അതാ എണീക്കാതിരുന്നത്. എന്താണ് പറഞ്ഞ കാര്യം? ഞാൻ ഇവരുടെ കരച്ചിൽ കേട്ട ഇങ്ങോട്ട് വന്നത്. സുകുമാരിമയും പ്രിയങ്കയും പറയുന്നത് അവര് ഈ മുറിക്കകത്തേക്ക് കയറിയപ്പോ കുറെ പ്രേതങ്ങളെ കണ്ടുന്നാ. പ്രേതങ്ങളോ? എന്ത് പ്രേതങ്ങള്? അല്ലെങ്കിലും വരുണും രാധികയും ഉറങ്ങുന്ന മുറിയില് ഇവളെന്തിനാ വരുന്നേ? സുകുമാരി, നീ എന്തിനാ അവളുടെ പുറകെ വന്നേ? ഞാൻ എന്റെ കൊച്ചിന്റെ പുറകെ വന്നതാ. അതെന്താ എനിക്ക് വന്നൂടെ? എടി, നോക്കി നിൽക്കാതെ ഇവിടെ എന്താ കണ്ടെന്ന് അവരോട് പറഞ്ഞു കൊടുക്ക്. അമ്മ, ഞാനേ ചേച്ചി വിളിക്കാൻ വേണ്ടി ഇതിനകത്ത് വന്നത്. പെട്ടെന്ന് ആ ബൾബില്ലേ, അത് കത്തും കെടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നോക്കുമ്പോ കട്ടിലടിയിന്നും അവിടെ നിന്നൊക്കെ പുക വന്നോണ്ടിരിക്കുക. പിന്നെ ദേ ആ ജനലിന് അവിടെ നിന്നൊരു കറുത്ത രൂപം വന്നെന്നെ പേടിപ്പിച്ചു. പിന്നെ ദേ ഇവിടെ നിന്നൊരു വികൃതമായ രൂപം. വരുൺ കിടന്ന് ഉറങ്ങുന്നു കരുതി ഞാൻ രക്ഷിക്കണമെന്ന് പറയാൻ വരുണിന്റെ അടുത്തേക്ക് ചെന്നതാ. പതുപ്പ് മാറ്റി നോക്കിയപ്പോ അവിടെ വേറൊരു പ്രേതം. എന്നിട്ട് എല്ലാരും കൂടി എന്നെ കൊല്ലാനായിട്ട് വന്നു. പ്രിയമോളുടെ കരച്ചിൽ കേട്ട് ഞാൻ അകത്തേക്ക് വന്ന് നോക്കുമ്പോ അത് തന്നെയാ സ്ഥിതി പത്മിനി. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. സുഖായി. ഇവിടെ ഒരാത്മാവോ രക്ഷസോ എന്തൊക്കെയോ ഉണ്ട്. പ്രിയങ്കമ്മൾക്ക് എന്താ തോന്നുന്നേ? അതെ അമ്മേ, ഇത്ര പെട്ടെന്ന് ഈ മുറി തിരിച്ച് ഇങ്ങനെയായെന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സുകുമാരിയമ്മേ, പ്രിയങ്കയുടെ ബുദ്ധി നേരെയായോ?